സ്റ്റുഡൻസ്, നമ്മളിന്ന് ട്രയൽ ബാലൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെയുള്ള നമ്മുടെ ജേർണി എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജേർണലിനെ പറ്റി പഠിച്ചു. സെക്കൻഡ്, ലെഡ്ജർ എന്താന്ന് പഠിച്ചു. അതിന്റെ പ്രോബ്ലവും തിയറിയും പഠിക്കണം. ജേർണലും ലെഡ്ജറും എന്താണ്, പ്രോബ്ലം പ്ലസ് തിയറി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ഒരു പ്രോബ്ലം പേപ്പറാണ്. പ്രോബ്ലം ആണ് നമ്മുടെ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്? നമ്മൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ലെഡ്ജർ പ്രിപ്പയർ ചെയ്ത സമയത്ത് ലെഡ്ജറിന്റെ ബാലൻസസ് ഉണ്ടായിരുന്നു അല്ലെ. ലെഡ്ജർ നമ്മളിങ്ങനെ ബാലൻസ് ടോട്ടൽ ചെയ്തിടുന്ന സമയത്ത് ലെഡ്ജറിൽ എന്തുണ്ടായിരുന്നു? ബാലൻസസ് ഉണ്ടായിരുന്നു. ഈ ബാലൻസസ്, ലെഡ്ജറിലെ ബാലൻസസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം ജേർണൽ പ്രിപ്പയർ ചെയ്യാം, ദെൻ ലെഡ്ജർ, ദെൻ പിന്നെയാണ് എന്ത് വരുന്നത്? ട്രയൽ ബാലൻസ് എന്നുള്ള ഈ ഒരു ടോപ്പിക് വരുന്നത്. ട്രയൽ ബാലൻസിന്റെ നിങ്ങൾക്ക് പേജ് നമ്പർ 86 ആണ് വരുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മുന്നിൽ എടുത്തു വെക്കുക. ട്രയൽ ബാലൻസ് may be defined as a statement which contain balances of all ledger accounts on a particular date. ഒരു പെർട്ടിക്കുലർ ഡേറ്റിലുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സിന്റെയും ബാലൻസസ് ആണ് നമ്മളുടെ ഈ ട്രയൽ ബാലൻസസിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? അതാണ് നെക്സ്റ്റ് കൊടുത്തത്. ടു ചെക്ക് ദ അരിത്തമാറ്റിക് അക്യുറസി. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജറിന്റെ അരിത്തമാറ്റിക് അക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അരിത്തമാറ്റിക് അക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ലെഡ്ജർ എന്ന് പറയുന്നത് കറക്റ്റ് ആണോ, എന്തെങ്കിലും മിസ്റ്റേക്സ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കുന്നത്. ടു ഹെൽപ്പ് ഇൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ട്രയൽ ബാലൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. ഫസ്റ്റ് പോയിന്റ് തന്നെ, എറേഴ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാലൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രയൽ ബാലൻസ്. ഹെൽപ്സ് ഇൻ മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ട്രയൽ ബാലൻസ്. അപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് എന്താണ്? ഈ ലെഡ്ജറിന്റെ അരിത്തമാറ്റിക് അക്യുറസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അരിത്തമാറ്റിക് അക്യുറസി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മലയാളം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലെ. മലയാളം ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഇനി എങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാന്നാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് തരും, എന്നിട്ട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് ട്രയൽ ബാലൻസിന്റെ ഫോർമാറ്റ് ആണ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് വെറും ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹെഡിങ് കൊടുക്കാൻ പാടില്ല. ഈ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് കാരണം നമ്മൾക്കിപ്പോ ഒന്നും അറിയില്ലെങ്കിലും, എക്സാമിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐറ്റം എവിടെ എഴുതണം എന്നൊന്നും അറിയില്ലെങ്കിലും ഫോർമാറ്റിന് എന്തുണ്ട്? മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർമാറ്റ് എല്ലാത്തിന്റെയും നന്നായിട്ട് പഠിച്ചു വെക്കണം. ഇവിടെ ശ്രദ്ധിക്കാം, ട്രയൽ ബാലൻസിന് വെറും ഹെഡിങ് അല്ല ഞാൻ ഇവിടെ കൊടുത്തത്. ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2014 എന്ന് തന്നെ ഹെഡിങ് കൊടുക്കണം. നിങ്ങൾ ആ ഫോർമാറ്റ് നോക്കി നോക്ക്. നിങ്ങളുടെ പേജ് നമ്പർ 87 എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്. ഹെഡിങ് ട്രയൽ ബാലൻസിന് മാത്രമല്ല, ഡേറ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ആസ് ഓൺ, ഏത് ദിവസമാണ് നമ്മൾ അത് ചെയ്യുന്നത് ആ ഡേറ്റ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. ഫോർമാറ്റ് വരുന്നത് നെയിം ഓഫ് ദ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയൊരു കോളം, ദെൻ ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ആയിട്ടുള്ള 2 കോളംസും കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ലെഡ്ജർ ഉണ്ടല്ലോ, ആ ലെഡ്ജർ നിങ്ങൾ എടുത്ത് മുന്നിൽ വെക്കുക. എന്നിട്ട് അതിന്റെ ഓരോ ബാലൻസസും നമ്മൾ ഇവിടെ ട്രയൽ ബാലൻസിൽ നമ്മൾ എഴുതും. ഓക്കെ. പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഈ ട്രയൽ ബാലൻസിൽ പേജ് നമ്പർ 87 നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ഐറ്റംസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഏതൊക്കെ ഐറ്റംസിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് നമ്മളെ പേജ് നമ്പർ 87 കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് രണ്ടും, ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും, ഇത് രണ്ടും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കുക. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ്, ഡെബിറ്റ് ബാലൻസ് ആണ്.
അതായത് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് എഴുതിയിട്ട് ഈ ഐറ്റം ഏത് കോളത്തിലാണ് നമ്മൾ എഴുതേണ്ടത്? നമ്മളുടെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെ, അതായത് തേർഡ് യൂണിറ്റ് ആണെന്ന് തോന്നുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ലാബിലിറ്റീസിനൊക്കെ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, ആ റൂൾ ഒന്ന് നന്നായിട്ട് കൃത്യമായിട്ട് പഠിക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് ഇതും നമ്മൾ പഠിച്ചതാണ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എവിടെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലാബിലിറ്റി ആണ് നമുക്ക്. അത് ഏത് സൈഡാണ്? ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ സെയിൽസിന് ഓൾറെഡി പറഞ്ഞതാണ്, സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, പർച്ചേസിന് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അപ്പൊ സെയിൽസ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തു. സെയിൽസ് റിട്ടേൺ, സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. അതേപോലെ ഓർത്തിരിക്കേണ്ട ഒന്നാണ്, പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? പർച്ചേസ് റിട്ടേൺ ഓൾവേസ് ക്രെഡിറ്റ് ആയിരിക്കും. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കണേ. അതായത് സെയിൽസ് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും. ഇനി പർച്ചേസ് ഡെബിറ്റ് ആണെങ്കിൽ പർച്ചേസ് റിട്ടേൺ എന്തായിരിക്കും? ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോ ഓരോ ഐറ്റം ഏതാണ്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ആ പേജ് നമ്പർ 87-ലും 88-ലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് പഠിക്കണം. ഇത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ അത് കാണാതെ പഠിക്കുക. അല്ലെങ്കിൽ ആ റൂള് വെച്ചിട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ആ റൂള് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഡെബിറ്റിന് ഏത് കൊടുക്കണം, ക്രെഡിറ്റിന് ഏത് കൊടുക്കണം എന്നുള്ള ഒരു റൂൾ എന്ത് ചെയ്യുക, പഠിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട്, ഈ ഒരു റൂൾ വെച്ചിട്ട് നമുക്കൊരു ട്രയൽ ബാലൻസ് ചെയ്തു നോക്കാം. പേജ് നമ്പർ 90 എടുക്കാം. ആ 90ന്റെ അകത്ത് ഒരുപാട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നത്. ഫ്രം ദ ഫോളോയിങ് ബാലൻസസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബുക്ക് ഓഫ് ട്രേഡ്, പ്രിപ്പയർ ട്രയൽ ബാലൻസ് ആസ് ഓൺ 31st March 2014. അപ്പൊ നമ്മളോട് 31st March 2015 ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നത്. ഓരോ ഐറ്റംസും നമ്മൾ വായിക്കുക, എന്നിട്ട് കഴിഞ്ഞ ആ ഒരു ഫോർമാറ്റില് അത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ കൊടുത്തതെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് കൊടുക്കുക, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കൊടുക്കുക. അതാണ് നമ്മളുടെ റൂൾ എന്ന് പറയുന്നത്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് എവിടെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ് 4200. എല്ലാവരും ക്വസ്റ്റ്യൻ നോക്കണേ. പേജ് നമ്പർ 90. 4200 എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് ഇൻ ബാങ്ക്, ബാങ്കും എന്താണ്? ഡെബിറ്റ് 16,200. ദെൻ ബിൽസ് റിസീവബിൾ, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വരുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെബിറ്റ് ചെയ്യണം, 18,000. ബിൽസ് പേയബിൾ എന്താ ചെയ്യേണ്ടത്? പേയബിളിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ബിൽസ് റിസീവബിളിന് ഡെബിറ്റും ബിൽസ് പേയബിളിന് എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റുമാണ് ചെയ്യേണ്ടത്. അടുത്ത ഐറ്റം ആണ് സൺട്രി ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും. ഡെപ്റ്റേഴ്സ് നമുക്കറിയാം എന്തായിരിക്കും? ഡെബിറ്റ് ആയിരിക്കും അല്ലെ. എത്രയാണ്? 24,600. ക്രെഡിറ്റേഴ്സോ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതേണ്ടത്. എത്രയാ വരുന്നത്? 32,400. നെക്സ്റ്റ് ക്യാപിറ്റലും ഡ്രോയിങ്സും. ഇതൊക്കെ ഒന്നിച്ചു പഠിക്കട്ടോ. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്മാൻ എന്താണ്? ഒരു ലാബിലിറ്റി ആണ്. അതുകൊണ്ട് ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അതുകൊണ്ട് 50,000 ഇവിടെ കൊടുക്കാം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ കുറയുന്ന ഡ്രോയിങ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റല് റെഡ്യൂസ് ചെയ്യുന്നത്, കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ക്യാപിറ്റല് ക്രെഡിറ്റ് ആവുമ്പോൾ ഡ്രോയിങ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡ്രോയിങ്സ്
18,000. ദെൻ സെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞു, സെയിൽസ് ക്രെഡിറ്റ് ആണ്. പർച്ചേസ് എന്താണ്? പർച്ചേസ് ഡെബിറ്റ് ആണ്. ക്യാരേജ് ഇൻവേർഡ് നമ്മൾ എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. സാലറീസ് എക്സ്പെൻസ് ആണ്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്. ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. സ്റ്റോക്ക് എന്താണ്? സ്റ്റോക്കിന് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് എപ്പോഴും നമ്മൾ എന്താണ്? ഡെബിറ്റ് ബാലൻസ്, ഡെബിറ്റ് എമൗണ്ട് ആണ് നമ്മൾ കാണിക്കാറ്. ഓഫീസ് റെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പെൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ എഴുതാൻ സ്ഥലമില്ല, ഞാൻ ഓരോന്ന് നിങ്ങൾക്ക് എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യാം. ക്യാപിറ്റൽ എപ്പോഴും എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഡ്രോയിങ്സ് എപ്പോഴും എന്താണ്? ഡെബിറ്റ് ബാലൻസ് ആണ്. കാരണം ക്യാപിറ്റലിൽ നിന്ന് റെഡ്യൂസ് ചെയ്യാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അതിനെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് ആണ് കൊടുക്കേണ്ടത്. ഇനി പേജ് നമ്പർ 83. 83 എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ട്രയൽ ബാലൻസ് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അത് നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ചെയ്തു നോക്കുക. അതായത് പ്രിപ്പയർ ട്രയൽ ബാലൻസ് ഓഫ് മെസേഴ്സ് മൾട്ടിപ്ലൈങ് എന്റർപ്രൈസസ് ആസ് ഓൺ 31st December 2014 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസും തന്നിട്ടുണ്ട്. അതിന്റെ എമൗണ്ടും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേ ഫോർമാറ്റിൽ പെർട്ടിക്കുലർസ്, ഡെബിറ്റ്, ക്രെഡിറ്റ് എന്നുള്ള ഒരു ഫോർമാറ്റ് വരയ്ക്കുക. ഒന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ ഫോർമാറ്റെങ്കിലും എന്ത് ചെയ്യുക? ജസ്റ്റ് വരച്ചു വെക്കാം. കാരണം ഫോർമാറ്റിന് അവിടെ മാർക്ക് ഉണ്ട്. ഇത്രയും വരച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ട്രയൽ ബാലൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് എന്തിനൊക്കെ ഡെബിറ്റ് ചെയ്യണം? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്കും ഡെബിറ്റ് ചെയ്യണം. ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്യണം. ഡ്രോയിങ്സിനെ ഡെബിറ്റ് ചെയ്യണം. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ്? ഏത് ഐറ്റം കണ്ടാലും ഇത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിരിക്കണം, കാണാതെ പഠിച്ചിരിക്കണം. പിന്നെ ആ റൂള് നമ്മൾ പഠിപ്പിച്ച റൂളില്ലേ ഫസ്റ്റ് ചാപ്റ്ററിൽ, ആ റൂൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ട്രയൽ ബാലൻസിനെ പറ്റി പറയാനുള്ളത്. ട്രയൽ ബാലൻസ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞു. പിന്നെന്താണ്? പിന്നെ ട്രയൽ ബാലൻസ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഇതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, പിന്നെ ഹെഡിങ് എങ്ങനെ കൊടുക്കണം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.